അപ്പൊ അതുകൊണ്ട് ഊട്ടിയിലെ സ്കൂള് വേണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോ എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല എന്തൊക്കെയാ നടക്കുന്നത്. ദേവുവിന്റെ കോളേജ് സ്കൂൾ വിമാനം കരയേറിയൊരു ദിനം. ഇത് ഉപ്പുമുളകിലുള്ള സ്ഥലമാണ് ഗൈസ്. ഇവര് കൊടൈക്കനാല് ട്രിപ്പ് വരുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. അപ്പൊ അതില് ആ ചേച്ചിനോടാണ് ലിച്ചി ചോദിച്ചത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിപ്പം ഊട്ടിയിലാണ്. ഊട്ടിയിലത്തെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെയാണ് ഞങ്ങൾ വന്നത്. സോ നമ്മള് ഇന്ന് ഊട്ടിയിൽ നിന്ന് പോവാണ് ഗൈസ്. എങ്ങോട്ട്? വീട്ടിലോട്ടല്ല. ഞങ്ങള് ഊട്ടിയില് നോക്കിയപ്പം സ്കൂളുകൾ തണുപ്പിന്റെ ഒരു പ്രശ്നം പറഞ്ഞു. 4 മണിക്കൂർ കൂടുതൽ തണുപ്പുള്ള മനസ്സിലാന്ന് പറഞ്ഞു. പ്രശ്നങ്ങൾ ഊട്ടിയിലുണ്ട് തണുപ്പിന്റെ. അപ്പൊ അതുകൊണ്ട് ഊട്ടിയിലെ സ്കൂള് വേണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോ നമുക്ക് സ്കൂൾ എന്തായാലും ഊട്ടിയിലല്ല, ഞങ്ങൾ ഊട്ടി വിടുകയാണ്. ഊട്ടിയിലല്ലെങ്കിൽ ഊട്ടിയിലല്ലാതെ ദേവന് ഏകദേശം പോകണ്ടാവും. കാരണം ഊട്ടിയിൽ എന്തായാലും അങ്ങനത്തെ കേരള സിലബസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് നല്ല സ്കൂളുണ്ടാവും ദേവന് ഉറപ്പില്ലല്ലോ. ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടമായി ഉണ്ട്. ലാലേട്ടന്റെ മക്കളൊക്കെ ഇവിടെ പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല കേട്ടോ, സത്യം അറിയില്ല. അപ്പം എന്തായാലും ഊട്ടിയിലല്ല. അടുത്ത് നമ്മളിന്ന് ഊട്ടിയിൽ നിന്ന് നമ്മൾ ഇനി കൊത്തഗിരി വഴി അല്ലെങ്കിൽ കുന്നൂർ വഴി മേട്ടുപ്പാളയം ചെന്നിട്ട് അവിടുന്ന് നമ്മൾ പഴനി ഏരിയ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് ഒരു സ്ഥലം വരെ. മേ ബി കൊടൈക്കനാൽ വരെ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പഴനിന് മുമ്പായിട്ട് അവിടെ സ്റ്റേ ആവും. നോക്കാം. പഴനിയിൽ നല്ല സ്കൂളുണ്ട്. എന്തായാലും പഴനിയൊന്നുമല്ല, പേടിക്കണ്ട. ഓക്കെ, ഇവിടെ അല്ല, എന്തായാലും പഴനിയല്ല, ഊട്ടിയല്ല. ഫ്രണ്ട്സ്, ഇന്നലെ ഞങ്ങൾ താമസിച്ച റൂമാണ്. ഇതൊരു വീടാണ്. വീട്ടിൽ 3 ബെഡ്റൂം ഉള്ളൊരു വീടാണ്. പക്ഷേ പുറമെ കാണുന്ന പോലെ അല്ല കേട്ടോ, ഉള്ളിൽ നല്ല സൗകര്യമുണ്ട്. പുറമെ കാണുമ്പോൾ ചെറിയൊരു വീടാണ് വിചാരിക്കും. ഇതാ എല്ലാവരും കാറിൻ്റെ അടുത്തെത്തി. രാവിലെ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ബ്ലാക്ക് കേട്ടോ, കൂടുതലും പേര് ബ്ലാക്കാണ്. പ്രീ പ്ലാൻഡ് അല്ല, അതെ, കുറച്ച് അതെ അതെ. നമ്മളെവിടെയാ? കുന്നൂര് റോഡാ അല്ലേ? നമ്മള് ഊട്ടി തന്നെയാണ്. ഊട്ടിന്ന് കുന്നൂർ റോഡിൽ കയറുമ്പം ഉള്ള സ്ഥലത്താണ്. ലൗഡയിലോട്ട് തിരിയുന്ന, അവലാഞ്ചിയിലോട്ടൊക്കെ തിരിയുന്നതിന്റെ തൊട്ട് മുകളിൽ. ഫ്രണ്ട്സ്, ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയേക്കാണ്. ഇവിടെ ഒരു തലശ്ശേരി റെസ്റ്റോറന്റ് ഉണ്ട്. സോ നമ്മൾ അവിടെ പോയിട്ടാണ് കഴിക്കുന്നത് ഗൈസ്. ഞങ്ങൾ സാധനം വന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ച് ഇറങ്ങി ഗൈസ്. ഫ്രണ്ട്സ്, ഞങ്ങൾ കൊത്തഗിരി ചുരം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രൊഫഷണൽ ഡ്രൈവർ. അത് സഞ്ചാരല്ലേ? ഡാൻസ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ നോക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു തേയില സ്പോട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ കേട്ടോ, ഫോട്ടോഗ്രാഫർ ഞാനും കൂടി നിൽക്കുക, ഞങ്ങളെ കൂടി എടുത്തിരുന്ന്. എത്രയാണ് ആൾക്കാരാ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ നിക്കിനെ ബോർഡിങ് ആക്കിയ സ്ഥലത്ത് നിക്കിയുടെ സൈലുവിൻ്റെയും വീഡിയോ ഒരാഴ്ച തന്നുണ്ട് കേട്ടോ. പുറത്തിറക്കിയേക്കല്ലേ? ഇവർ രണ്ടുപേരും ഒപ്പം ഇറക്കിയല്ലേ? ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് റീലും ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വഴി വരുമ്പോൾ നിർത്താറുള്ളതാണ്. അവിടെ ചായക്കടയൊക്കെ ഉണ്ട്. സോ നമ്മൾ കേറാണ് ഗൈസ്. നെക്സ്റ്റ് നമ്മള് യാത്ര തുടരുന്നു. കാട്ടുപോത്ത്. ഫ്രണ്ട്സ്, മേട്ടുപ്പാളയം പോകുന്ന വഴിക്ക് ദേവു ആ കൊക്കേന്റെ സൈഡിൽ നിന്ന് ഛർദിക്കട്ടോ. ഇത് മേട്ടുപ്പാളം പോണ സൈഡല്ലേ?
പ്രിൻസി ആന്റി ഒഴിഞ്ഞു കൊടുത്തോണ്ട് ഛർദിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ എല്ലാം ചൂടായി മാറിക്കൊണ്ടിരിക്കുന്നു. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. ഡ്രൈവർ മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. NHകളിൽ മികവ് തെളിയിച്ച സൗത്ത് ഇന്ത്യയിലെ ഒരു ഡ്രൈവർ സിജോ പ്രാർത്ഥിക്കുന്നു സിജോക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ നേരെ റോഡാണ്, ചുരമൊക്കെ കഴിഞ്ഞു. ദേവുവിന്റെ കോളേജ് സ്കൂൾ പേര് വായിക്കാൻ സമയം കിട്ടിയില്ല. അവിടെ ഉണ്ടാവും. ആ അവിടെ ഉണ്ട്. അവിടെ എന്താ പേര്, എന്താണ്, റിസർച്ച് സെന്ററാ? ആ എന്തോ റിസർച്ച് സെന്ററാണ്. അതിനുള്ളതായിട്ടല്ലോ. അപ്പൊ ഞങ്ങള് ഫൈനലി ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. വെജ് ആൻഡ് നോൺ വെജ്. ഒത്തിരി അലഞ്ഞു. പോകുന്ന വഴിക്കാനെ കിട്ടിട്ടോ, 2 മണി കിട്ടുള്ളൂ. ഇതൊരു ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തേക്കുന്നത്. നമ്മളെ പച്ചരി ചോറില്ലേ, പിന്നെ ഇതാ സ്വീറ്റ്സ് ഉണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടി, സാമ്പാർ, മീൻകറി, ഇത് പരിപ്പ് കറി, ഇത് കിഴങ്ങ് കറിയാണ്. ബാജി പോലത്തെ ഗൈസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് ഫ്രണ്ട്സ് ഫുൾ വിൻഡ് മില്ലാണ്. വിൻഡ് മിൽ പഴനിമല. ഫ്രണ്ട്സ് ഞങ്ങളെ ഒന്നും കൂടി ഇതിന്റെ ഒരു വ്യൂ എടുക്കാൻ തിരിച്ചു വരേണ്ടി വന്നു. ആ റോപ്പ്. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു വലിയ മലയുടെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ.
കണ്ടോ വലിയ മല അതിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവണ സൈഡത്തെ മല കാണുമ്പോഴാണ്. വൈബും കുറവാ കടിയും കുറവാ. വിമാനം കരയേറിയൊരു ദിനം. ഉപ്പുമുളകിലുള്ള സ്ഥലമാണ് ഗൈസ്. ഇവര് കൊടൈക്കനാൽ ട്രിപ്പ് വരുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. അപ്പൊ അതില് ആ ചേച്ചിനോടാണ് ലിച്ചി ചോദിച്ചത്, ഇതെന്ത് ചേച്ചി? ആ ലിച്ചി ചേച്ചി പറഞ്ഞു വരുന്നില്ലേ, അത് ഈ സ്ഥലമാണ്. ആ ചേച്ചിയാണ്, എനിക്ക് ഓർമ്മ ഉണ്ട്. കൊറേ കടകളൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഗൈസ്. ദിയമോള് സ്റ്റാർ ഫ്രൂട്ട് വാങ്ങി. മതിയോ കുട്ടിക്ക്? വൈകിന് വേണ്ടി ഇങ്ങനെ ഒരു ഏരിയ ഫ്രൂട്ട്സും കടയും അല്ലേ? അല്ല, ഇതെന്താ ഇവര് ഉദ്ദേശിക്കുന്നത്? ഒരു ഏരിയയിൽ സ്റ്റാർ ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടില്ല. സ്റ്റാർ ഫ്രൂട്ട് അത് കട്ട് ചെയ്ത് വരുമ്പം ചാറിന്റെ ഷേപ്പാ. അവിടെ കോടമഞ്ഞുണ്ട് ഗൈസ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നല്ല വെയിൽ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഉണ്ടോ? അവിടെ മാത്രം വെയിലടിക്കും. ഫ്രണ്ട്സ്, ആ കാണുന്നതാണ് കൊടൈക്കനാൽ. അവിടെ ആ ടൗണാണത്. അവിടെ കുറേ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. ഫോണിൽ കൂടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. മഞ്ഞാണ്. കുതിര ഇതാ കണ്ടോ? ആ കുന്നിന്റെ മുകളിൽ കുറേ ബിൽഡിങ്. ഫ്രണ്ട്സ്, അപ്പം എന്താ നമ്മൾ ഇവിടെ ഒരു റൂം നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നെ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പൊ നാളെ മുതൽ ഇവിടെ ഇല്ല എന്നാ പറഞ്ഞത്. റെസ്റ്റോറന്റ് ഉണ്ട്, പക്ഷെ അടച്ചിട്ടേക്കാം. അല്ല, വേറെ റൂം. എന്ത് നമ്മളത് എവിടെയാ? അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂം കണ്ടുപിടിച്ച് റൂമിലെത്തിയിരിക്കുന്നു. എല്ലായിടത്തും വേറെ വേറെ സ്ഥലത്താണ്. നമ്മള് ഇന്നലെ നിന്നത് അടിപൊളിയായിരുന്നു. കാരണം ഒരു വീട് മാറ്റത്തൊരു സ്ഥലം, അങ്ങനത്തെ റൂമായിരുന്നു. ഇതിപ്പോ നാളെ ഇത് അവൈലബിൾ ആണോ? നാളെ എനിക്ക് തോന്നുന്നു താഴെയാന്ന് തോന്നുന്നു. സത്യത്തിൽ എനിക്ക് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ചോദിക്കും, ഫാനില്ലേ വെക്കിയെന്ന് ഞാന് അയ്യോ എന്താ അത്? ഊട്ടിയിലത്തെ എന്താ ആ ഒരു കുത്തണ തണുപ്പ് ഇവിടെ അല്ല ഗൈസ്. ഒരു സ്മൂത്ത് ആയിട്ടുള്ള തണുപ്പാണ് ഇവിടെ. അതെ, ആ ഒരു നല്ലൊരു തണുപ്പ്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്നുവെച്ചാല് പുറത്തൊക്കെ ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ട്, ലേക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം ഇവരിവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര വിശപ്പ് കഴിച്ച് ഞങ്ങൾ കട ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കട്ടെ. ഇവിടെ കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട്. പക്ഷേ എന്ത് ഞങ്ങൾക്ക് ഗ്രില്ല്, റൈസ്, മറ്റേ നെയ്ച്ചോറ് ഗ്രില്ല് അങ്ങനത്തെ കഴിക്കാനാണ് ഗൈസ് തോന്നുന്നത്. ഞങ്ങൾ ജസ്റ്റ് തപ്പി നടക്കാണ് ഗൈസ് കടകൾ. ഇവിടെ കുറേ ഉണ്ട്. ഇവിടെ കാട കോഴി. നമുക്കൊരു കൊത്തു പൊറോട്ട വാങ്ങി തിന്നാലോ? കൊത്തു പൊറോട്ട പക്ഷേ അതില് രസം ഉണ്ടാവുമോ അറിയില്ല കേട്ടോ. പക്ഷെ ഇവരെ തട്ടുദോശ. ഇത് പറ്റി മസാല ദോശ അല്ല, ഇതാണ് ാണോ? ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് എന്നെ കൊണ്ടൊരു കുറി എടുപ്പിച്ചു. താങ്ക് യു. ഞാനൊരു പേപ്പർ ചീട്ട് എടുത്തു ഗൈസ്. അപ്പൊ അതിന് എടുത്തപ്പം 10 രൂപേനെ മുട്ടായിയാണ് കിട്ടിയത്. അപ്പൊ അവര് 2 മുട്ടായി തന്നു. അവരൊരു ചീട്ട് എടുപ്പിച്ചു. അപ്പൊ 10 രൂപയ്ക്ക് മുട്ടായി, 2 5-ന്റെ മുട്ടായി. നിങ്ങളെവിടെയായിരുന്നു? കറണ്ട് പോയ സമയത്തും കൊണ്ടായിരുന്നോ? വിശപ്പ് മാറ്റേണ്ട നിങ്ങൾ നിങ്ങളെ പരിധി. പിന്നെ ഓ, അത് നടക്കും. പൊട്ടുണ്ട്. പിന്നെ കാണിച്ചു തരാം. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മള് ഞാൻ ഇതിന് മുന്നേ വർത്താനം പറഞ്ഞത് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളിതാ ഒരെണ്ണം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞു. ഒരു ചിക്കൻ ബിരിയാണി 2 പേരും കൂടെ കൂടി കഴിക്കുകയാണ്. പക്ഷെ ക്വാണ്ടിറ്റി കുറവാ അല്ലേ? നമ്മുടെ അവിടുത്തെ അത്ര ക്വാണ്ടിറ്റി ഇല്ല. ഇവരിതാ ഫ്രൈഡ് റൈസ്, ദോശ, പൊറോട്ട അങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കാണ്. ഞങ്ങൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞു ഗൈസ്. ഇവരിപ്പോ വന്നിട്ടുള്ളൂ. മൂക്ക് കൂടെ തണുപ്പടിച്ചിട്ട് തലേക്ക് കയറിപ്പോണ്ട്. ഇവിടെ കയറുക. കേരള ബസ്സും തമിഴ്നാട് ബസ്സും കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഗൈസ്. കാരണം തമിഴ്നാട് ബസ്സിൽ പ്രത്യേക മോഡിഫിക്കേഷൻസ് ഉണ്ടാവും. കേരള ബസ്സിൽ ഉണ്ടാവില്ല, പ്ലെയിൻ ആയിരിക്കും.